അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായ കേരളത്തെ പ്രഖ്യാപിക്കുന്നതിൽ വിവാദം. സർക്കാർ പാവപ്പെട്ടവരെ വെച്ച് രാഷ്ട്രീയം കളിക്കുന്നെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഒരു ദിവസം കൊണ്ടെടുത്ത തീരുമാനമല്ലെന്ന് വിമർശനങ്ങൾക്ക് മന്ത്രി എം പി രാജേഷിന്റെ മറുപടി. കേരളപ്പിറവി ദിനമായ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രഖ്യാപനം നടത്തും. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന പ്രഖ്യാപനത്തിൽ സർക്കാർ കള്ളം പറയുന്നുവെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കുകയാണ് സർക്കാർ. ഇതിനായി എന്തു മാനദണ്ഡമാണ് ഉപയോഗിച്ചതെന്നും ചോദ്യം. സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് കള്ളക്കണക്ക് കൊണ്ട് കൊട്ടാരം പണിയാണ്. ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുന്ന ചെപ്പടി വിദ്യയാണ് സർക്കാർ ഇതിലൂടെ കാണിക്കുന്നത്. 4.5 കൊല്ലം മുമ്പ് നൽകിയ വാഗ്ദാനം എന്തുകൊണ്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചെന്ന BJP. ഇലക്ഷന്റെ 4 മാസം മുമ്പ് പ്രഖ്യാപിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനമാണോ ഇത്? ജനങ്ങളെ വഞ്ചിക്കല്ലേ? അതേസമയം ഭക്ഷണം, ആരോഗ്യം, വസ്ത്രം, സുരക്ഷിത വാസസ്ഥലം എന്നിവ ഇല്ലാത്തവരാണ് അതിദരിദ്രരെന്ന് എം പി രാജേഷ് വിശദീകരിച്ചു. വിമർശനങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയമെന്നും മന്ത്രി. അപ്പോൾ കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന കാര്യത്തിൽ എന്തായാലും തർക്കത്തിന് അവർ മുതിരുന്നില്ല. ക്രെഡിറ്റിന്റെ കാര്യത്തിലാണ്. കേരളപ്പിറവി ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ കേരളത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കും. ശനിയാഴ്ച സഭ സമ്മേളിക്കുന്നതിന് തടസ്സമായ ചട്ടം സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ടാകും സഭാ സമ്മേളനം തുടങ്ങുക. വൈകിട്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മമ്മൂട്ടിയും മോഹൻലാലും കമലഹാസനും മുഖ്യാതിഥികളാകും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.